അമേരിക്കയുടെ പകരച്ചുങ്ക തീരുമാനത്തിന് തിരിച്ചടി നൽകാനൊരുങ്ങി ചൈന. യുഎസ് ഡോളർ ആധിപത്യമുള്ള സ്വിഫ്റ്റ് സമ്പ്രദായത്തെ മറികടക്കാനാണ് ചൈനീസ് നീക്കം. ഡിജിറ്റൽ RMB നയത്തിലേക്ക് പ്രവേശിക്കുമെന്ന മുന്നറിയിപ്പും ചൈന നൽകി. യുഎസിന്റെ പകരച്ചുങ്കം നയത്തിനെതിരെ ലോക വ്യാപാര സംഘടനയെ സമീപിക്കുമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ചൈന RMB സമ്പ്രദായവുമായി മുന്നോട്ടു പോകുന്നത്. 10 ആസിയാൻ രാജ്യങ്ങളുമായും 6 മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുമായും പൂർണ്ണമായും ബന്ധിക്കപ്പെടുന്നതാണ് ഡിജിറ്റൽ RMB ക്രോസ് ബോർഡർ സെറ്റിൽമെന്റ് സമ്പ്രദായം. ലോകത്തിലെ വ്യാപാര അളവിന്റെ 38% US ഡോളർ ആധിപത്യം പുലർത്തുന്ന സ്വിഫ്റ്റ് സിസ്റ്റത്തെ മറികടന്ന് നേരിട്ട് ഡിജിറ്റൽ RMB നിമിഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന രീതി മാറ്റിയെഴുതുക എന്നതാണ് ഇതിലൂടെ ചൈന ലക്ഷ്യമിടുന്നത്. തെക്കുകിഴക്കൻ ഏഷ്യയിൽ ഇതിനോടകം തന്നെ RMB പേയ്മെന്റുകളുടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ചൈന നിർമ്മിച്ചു കഴിഞ്ഞു. ചൈനയുടെ ഈ നിശബ്ദ സാമ്പത്തിക വിപ്ലവം പണ പരമാധികാരത്തെക്കുറിച്ച് മാത്രമല്ല, ഭാവിയിലെ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയെ ആർക്കാണ് നിയന്ത്രിക്കാൻ കഴിയുകയെന്നും നിർണ്ണയിക്കുന്നതാണ്. യുഎസിന്റെ പകരച്ചുങ്കം നയത്തിനെതിരെ ലോക വ്യാപാര സംഘടനയെ സമീപിക്കുമെന്ന് പറഞ്ഞതിനു പിന്നാലെയാണ് ചൈന RMB സമ്പ്രദായവുമായി മുന്നോട്ടു പോകുന്നത്. 10 ആസിയാൻ രാജ്യങ്ങളുമായും 6 മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുമായും പൂർണ്ണമായും ബന്ധിക്കപ്പെടുന്നതാണ് ഡിജിറ്റൽ RMB ക്രോസ് ബോർഡർ സെറ്റിൽമെന്റ് സമ്പ്രദായം. യുഎസിന്റെ പകരച്ചുങ്കം നയത്തിനെതിരെ ലോക വ്യാപാര സംഘടനയെ സമീപിക്കുമെന്ന് പറഞ്ഞതിനു പിന്നാലെയാണ് ചൈന RMB സമ്പ്രദായവുമായി മുന്നോട്ടു പോകുന്നത്. 10 ആസിയാൻ രാജ്യങ്ങളുമായും 6 മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുമായും പൂർണ്ണമായും ബന്ധിപ്പിക്കപ്പെടുന്നതാണ് ഡിജിറ്റൽ RMB ക്രോസ് ബോർഡർ സെറ്റിൽമെന്റ് സമ്പ്രദായം. ലോകത്തിലെ വ്യാപാര അളവിന്റെ 38% US ഡോളർ ആധിപത്യം പുലർത്തുന്ന സ്വിഫ്റ്റ് സിസ്റ്റത്തെ മറികടന്ന് നേരിട്ട് ഡിജിറ്റൽ RMB നിമിഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന രീതി മാറ്റിയെഴുതുക എന്നതാണ് ഇതിലൂടെ ചൈന ലക്ഷ്യമിടുന്നത്. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ഇതിനോടകം തന്നെ RMB പേയ്മെന്റുകളുടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ചൈന നിർമ്മിച്ചു കഴിഞ്ഞു. ചൈനയുടെ ഈ നിശബ്ദ സാമ്പത്തിക വിപ്ലവം പണ പരമാധികാരത്തെക്കുറിച്ച് മാത്രമല്ല, ഭാവിയിലെ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയെ ആർക്കാണ് നിയന്ത്രിക്കാൻ കഴിയുകയെന്നും നിർണ്ണയിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.